രാജ്യത്ത് അതെല്ലാം തുറന്നു കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. കവാടം തുറന്നു കിട്ടാൻ, അതിനാണ് തുറന്നു കിട്ടാൻ. യേശയ്യ 66:2 പറയുന്ന തുടക്കം തന്നെ എന്താ? നമ്മൾ അപ്പം കവാടം തുറന്നു കിട്ടാനായിട്ട് ഒരു തുറക്കലാണ്, ഭയങ്കര തുറക്കലാണ്. അത് തുറന്നു കിട്ടാൻ യോഹന്നാൻ 3:3 എന്താണ്? അറിയാൻ പാടില്ലാത്തവരെല്ലാം അത് കാണാപ്പുറം പഠിച്ചില്ലെങ്കിൽ അവിടെ കിടക്കും. 10 കൊല്ലം കഴിഞ്ഞാൽ വരുമ്പോൾ അവിടെ ഇയാൾ അന്നത്തെ ആള് തന്നെയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രാർത്ഥനക്കാർ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥന കൂടിയാണ്. എത്ര കൊല്ലമായി? ചിലപ്പോൾ 15 കൊല്ലമായി എന്നൊക്കെ പറയും, ചിലപ്പോൾ 25 കൊല്ലമായി ഞാൻ കർത്താവ് വന്നിട്ട്. ഇപ്പൊ എല്ലാം ഉണ്ടാവും, ഒന്നും ഉണ്ടാകില്ല. ഇതുവരെ തുറക്കില്ലേ? കവാടം തുറക്കണം. ഇത് വായിക്കും. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനത്തിനായിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതിനായിട്ടാണ്. യേശുവിന്റെ രഹസ്യം, യേശുവിന്റെ രഹസ്യം എന്ന ദൈവമാണ്. ആ രഹസ്യമാണ്. 1 കൊരിന്ത്യർ 1:14. ജ്ഞാനവും ശക്തിയും, ദൈവത്തിന്റെ ജ്ഞാനശക്തി ആർക്കാണ്? ഈശ്വര. ശക്തിയും ഈ ജ്ഞാനമെല്ലാം വചനമാണ്. വെളിപാട് 19:11 വചനം ആരാണ്? യേശുവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നോ? അത് ആരാണ്? ദൈവമായിരുന്നു. അല്ല, യോഹന്നാൻ 1. ഈ വചനമാണ്. എത്രയോ 1 തൊട്ട് 3 വായിച്ചു. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും, രീതികൾ പലതാണ്. നിങ്ങളുടെ ഒറ്റ രീതികളുള്ളതല്ലേ, അനേക രീതികളാണ്. വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവം പല വിധത്തിലുള്ള പിതാക്കന്മാരോട് സംസാരിക്കണം. ചിലപ്പോ കുഞ്ഞുങ്ങളിൽ കൂടി ആയിരിക്കും. കണ്ടോ? ദാനിയേൽ 13:35 ബാലനായ ദാനിയേലിന് ദൈവം ആത്മാവിനെ അയച്ചു കൊടുത്തു. ശക്തിപ്പെടുത്തി. 45 മറ്റൊന്നും കൈവച്ച ശേഷം പോയി കൈവച്ചാൽ എന്ത് വരും? പാപം ചെയ്തിട്ട് പാപത്തിന്റെ ദുരിതസ്ഥലത്ത് പോയി കൈവച്ചാല് നിങ്ങൾ അതിന് പുറകെ പോകും. അതാ ചിലർ പറയണത്, അതെല്ലാം പുറകെ പോകണം. പുറകെ പോകും. ഈ കൈവെപ്പ് കൊടുക്കുന്നതാണ്. ഒന്ന് വാങ്ങാം. കൈവച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അരുവി അവളിലോട്ട് പ്രവേശിക്കും. പിന്നെ അവളിൽ വരുന്ന ദർശനങ്ങൾക്ക് ആരുടെ ദർശനങ്ങളായിരിക്കും? അവന്റെ ദർശനങ്ങളായിരിക്കും. സാധാരണ ഉപയോഗിക്കും. ഈശോ ദൈവപുത്രനാണ്. കണ്ടോ? ഈശോന്റെ വരുമ്പോഴാണ് ഈശോ പറഞ്ഞ ഈശോ പൗലോസ് എന്താ പറഞ്ഞത്? 1 തിമോത്തി 5:22-23 കൈവം ധൃതി കൂട്ടണോ? ധൃതി കൂട്ടല്ലേ. അന്യന്റെ പാപത്തിന് ഒന്നും വേണ്ട. പോയിട്ട് 2 പേരുടെ തലയിൽ കൈവച്ചാൽ മതി. മറ്റവൻ കയറും. നിങ്ങൾ ഈ കൃപയില്ലാത്തവനായതുകൊണ്ടാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അന്യന്റെ പാപങ്ങൾ, അവൻ ചെയ്ത എല്ലാ പാപങ്ങളും ഈ കൈവണ്ടി വെക്കുമ്പോ പങ്കാളിയായ. അതുകൊണ്ടാണ് എന്ത് പാലിക്കണമെന്ന് വിശുദ്ധി പാലിച്ചാൽ ഒന്നും തൊടിയല്ല. ഒരു സംഗതി ലോകത്തില് ജ്ഞാനം ആക്ഷേപാസ്തവത്. കേട്ടോ? നിങ്ങൾ വിശുദ്ധി പാലിച്ചാലേ ഭർത്താവിന് വിശുദ്ധിയിലേക്ക് നിനക്ക് വരികയല്ല. ഭാര്യയ്ക്ക് വിശുദ്ധി, നിങ്ങളൊന്ന് വിശുദ്ധി പാലിച്ചാൽ ഇതാണ് ആക്ഷേപ. അതുകൊണ്ടാണ് യുദ്ധം നടക്കണം. മനസ്സിലായില്ലേ? അതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ആറ്റി നടക്കണത്. കാരണം ഭാര്യ വിശുദ്ധി പാലിക്കാൻ തുടങ്ങി, നിങ്ങൾ വിശുദ്ധി പാലിക്കാത്തത് നിങ്ങളും ഇഷ്ടമുണ്ടാകില്ല. ഭർത്താവ് വിശുദ്ധി പാലിക്കാൻ തുടങ്ങിയാൽ ആ സമയത്ത് ഭാര്യ വഴക്കൂടും. ഇതാണ് മത്തായി 10:34 ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വാളാണ് വചനം, വാളാണ്. എഫെസ്യർ 6:17 വചനം വാളാണ്. ഇതുകൊണ്ടാണ് ഈ ഡെലിവറൻസ് ഗിഫ്റ്റ് കിട്ടുമ്പോ ആ എഫെസ്യർ 6:17 ധരിച്ചിട്ടൊക്കെ പറഞ്ഞാൽ കത്തിലേറ്റല്ലോ. അയ്യോ എന്നെ കൊല്ലേ വിളിച്ചു പറയാം. വചനം വാളാണ്. ഈ വചനം നിങ്ങളുടെ വരുവാണ്. നിങ്ങൾ വരും. നിങ്ങളുടെ വരുമ്പോ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതാണ് ഈ ജെറമ്യ പ്രവാചകൻ 15:19 പറയുന്നത്. നിങ്ങൾ 7 വചനങ്ങൾ പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ നാക്ക് 7 വചനങ്ങൾ പറയാം. ഞാൻ ക്രോസ് 2 തന്നെ വായിക്കും. ആ 4 തന്നെ അത് തീർന്നില്ലല്ലോ. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനത്തിനായിരിക്കുന്നത്. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്വം അനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസ്പഷ്ടമാക്കാൻ ഇടയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർദ്ധിക്കുവിൻ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. സമയം പൂർണ്ണമായും ഈ ബൈബിൾ ക്ലാസ്സിൽ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിയേക്കാം.
നമ്മൾ ഇത്രയും കാലം ബൈബിൾ ക്ലാസ് നടക്കുന്നത് ബുദ്ധിയിലായിരുന്നു. ഇപ്പൊ നമ്മൾ ആത്മാവിൽ വന്നു. നിങ്ങൾ എങ്ങനെ തിരിച്ചറി ഡിസൈൻമെന്റ് ആദ്യം ഇവിടുത്തെ ഫസ്റ്റ് ബൈബിൾ ക്ലാസ്സില് ഞാൻ പറഞ്ഞെന്താന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ ഇപ്പോഴും അത് വീണ്ടും പറയാം. എന്താണ് ഒരാൾ പ്രാർത്ഥിക്കാൻ വരികയാണ്, പോക്കറ്റിൽ സിഗരറ്റ് കണ്ട പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും. പണ്ടാണെങ്കിൽ അയാൾക്ക് സിഗരറ്റ് കൊടുക്കും, മേടിച്ചു കൊടുക്കും. പ്രാർത്ഥിക്കാൻ വരുമ്പത്തിന് കുപ്പി മേടിച്ചു കൊടുക്കും. പത്തനക്കാർക്ക് കൊടുക്കണ്ട, സൽക്കരിയാണ്. ഒരു 6 പ്രകാരം ഉണ്ടാക്കും. ഇല്ലേ? മലകപ്പുറത്ത് വെക്കവർക്ക് എന്ത് വേണം? കൂടുതൽ വേണം. പക്ഷെ എവിടെ മലക 17 തൊട്ട് 23 വേണം. അവർക്ക് എന്തൊക്കെ വേണം? അതിവിനയമായിരിക്കും അവർ കാണിക്കുന്നത്. പിന്നെ കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാനന്ദമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും ചിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും. ഇതെല്ലാം നിങ്ങളിപ്പോ വായിക്കുന്നില്ലേ? ഇനി പ്രാക്ടീസ് ചെയ്യണം. പോയോടെ കണ്ടോ? ദർശനങ്ങൾ വരാൻ പറഞ്ഞു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനെ പഠിപ്പിക്കുകയാണ്. വേറെ മാസത്തെ ദർശനം അറിയാതെ പറ്റി ആരെങ്കിലും പഠിക്കും. പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആയില്ലേ? ദൈവം നിങ്ങൾക്ക് ഈശോ എല്ലാം നിങ്ങളെ പഠിപ്പിച്ചത്. യോഹന്നാൻ 14:21. ഒരു കണ്ടീഷൻ, കംപ്ലീറ്റ് വിട്ടുകൊടുക്കണം. അല്ലാതെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുകൊണ്ട് കാണാതെ നോക്കിയല്ല. അതുകൊണ്ടാണ് റോമ 6:22 പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. അവസാനം നിത്യജീവനാണ്. എല്ലാം നടക്കണം ബുദ്ധിയിലാണ്. സകലരും ബുദ്ധി കാണുന്നതുകൊണ്ടാണ്. ഭാര്യയെ കാണുന്ന എങ്ങനെയാണ്? ബുദ്ധിയിലാണ്. ഇല്ലേ? ഇപ്പൊ മരുമകളാണെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്? ഏറ്റവും കൂടുതൽ സ്ഥിരം കൊണ്ടുവന്ന പെണ്ണിന്